ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, അസാധ്യമെന്ന് വിചാരിക്കുന്നവയുമായുള്ള ഏറ്റുമുട്ടലാണ് ജീവിതം. ശരിയാണ്, മനുഷ്യന് പലതും അസാധ്യമാണ്. എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അസാധ്യതകളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. ആ വിശ്വാസം ഏറ്റുപറയുക. ജീവിതത്തിലെ ചില പ്രശ്നബാധിത മേഖലകളുമായി ഏറ്റുമുട്ടി നിരാശരായി കഴിയുകയായിരിക്കും നമ്മൾ. ആ വിഷയത്തെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ചതിന് ശേഷം തിരുവചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ഇന്ന് നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പറയുന്ന ഈ വചനങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് ആ പ്രശ്നത്തിന്മേൽ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ, എന്നെക്കൊണ്ട് അതിന് പറ്റില്ല എന്ന് എനിക്ക് അത്രമേൽ ബോധ്യമുള്ളപ്പോഴൊക്കെ ഞാൻ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന 2 വചനങ്ങളുണ്ട്. അത് ആദ്യം ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ വചനം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. രണ്ടാമത്തെ വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ 2 വചനങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അസാധ്യതകളിലേക്ക് ഈ വചനം അയച്ചു പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെയൊക്കെ സമയത്ത് ഞാൻ എപ്പോഴും ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. വിശ്വാസത്തോടെ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അതുപോലെ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ മറ്റ് വചനങ്ങൾ കൂടി ഞാൻ പങ്കുവയ്ക്കാം. ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനം. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഈ വചനമൊക്കെ നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ ശക്തി നിറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക്. ജെറമിയ 32:27, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? അതുപോലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാം തിരുവചനം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. മറ്റൊരു വചനം ജോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം 18-ാം തിരുവചനം. പ്രത്യാശയുള്ളതുകൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും, നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതമായി വിശ്രമിക്കുകയും ചെയ്യും. ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അടുത്തത് സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. സങ്കീർത്തനം 23:1. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. യെശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. സെഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ ജീവിതം കടന്നു പോകുന്ന സമയത്ത് നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി ഈ വചനമൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ ഇതേക്കുറിച്ച് ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. വചനത്തിൻ്റെ ശക്തി അനുദിനവും തിരിച്ചറിയുന്നതാണ്. സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പലരും പങ്കുവെച്ചും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ, വലിയ വിടുതൽ, തടസ്സങ്ങൾ മാറുന്നത് ഒക്കെ വചനത്തിൻ്റെ ശക്തിക്ക്. വചനത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഏത് തടസ്സങ്ങളും മാറിപ്പോകും, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ വചനങ്ങളൊക്കെ നിങ്ങൾ ഒരു ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വചനങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ വചനങ്ങൾ നമുക്ക് ഏറ്റുപറയാം. ഈ വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.